ലാലിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ 2 പ്രാവശ്യം ഡേറ്റിന് വേണ്ടി പോയതാണ്. നല്ലൊരു കഥയില്ലാതെ ലാലിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ലാലേട്ടൻ ഇച്ചിരി ടെൻഷനിലാണ്. കാരണം അന്ന് ഒരു ചെറിയൊരു എനിക്ക് ടാക്സ് പ്രോബ്ലമൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. ലാലിൻ്റെ അടുത്ത് ഡേറ്റിന് ഞാൻ പിന്നെ പോയില്ല. കാരണം വീണ്ടും നീളും എന്ന് നമുക്കറിയാം. പക്ഷേ ഈ 30 വർഷമായിട്ടും മമ്മൂട്ടി എന്തുകൊണ്ടാണ് കഥ പോലും കേൾക്കാതിരുന്നത്? കാരണം അദ്ദേഹത്തിന് ഒഴിവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിവില്ലാതെ തന്നെയാണ്. കാരണം ആര് ചെന്ന് കഴിഞ്ഞാൽ 2 വർഷം കഴിയട്ടെ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. വിൽപ്പന നടക്കുമല്ലോ. ആ വിൽപ്പനയിൽ വരുന്ന അഡ്വാൻസ് ആദ്യം അങ്ങേർക്ക് വേണം. ട്രാഫിക് എന്ന പടത്തിൻ്റെ കഥ ഒറിജിനലാണ്, നടന്ന സംഭവമാണ്. ചെയ്താൽ പടം നന്നായിട്ട് ചെയ്യുക, ഫിനിഷ് ചെയ്യുക, പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാക്കുക. ഉദയത്തിലെ ഹീറോ തന്നെയാണ് ആ പടത്തിലെ എൻ്റെ പ്രൊഡ്യൂസർ, മെയിൻ പ്രൊഡ്യൂസർ. പക്ഷേ പൈസ ചേട്ടൻ്റെയും കൂടി ഉണ്ട്. എൻ്റെ ഫീൽഡിലെ എക്സ്പീരിയൻസിൻ്റെ വയസ്സ് അവൾക്കില്ല. എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എനിക്ക് പടം വേണ്ട, ഒന്നുകിൽ അവളെ കട്ട് ചെയ്യാൻ എന്നെ കട്ട് ചെയ്യാൻ പറഞ്ഞു. മലയാളത്തിലുള്ള നന്ദിനിയെ ഇടാൻ പറഞ്ഞു.